അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ഡിസിഷൻ മേക്കിംഗ് ഓർ സെലക്ഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ യൂസ്ഡ് ടു എക്സിക്യൂട്ട് വൺ ഓർ മോർ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ഓൺ എ പെർട്ടിക്കുലർ കണ്ടീഷൻ. ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ബേസ് ചെയ്തുകൊണ്ട് ഒന്നോ അതിലധികമോ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുക? എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണ്? സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായി? എന്ന് വെച്ചാൽ ഒരു ഒന്നോ അതിലധികമോ സ്റ്റേറ്റ്മെൻറ്റ് ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ഒരു കണ്ടീഷൻ വെച്ചു, ആ കണ്ടീഷൻ അനുസരിച്ച് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക്? ഞാൻ അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യാണ്? ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? എക്സിക്യൂട്ട് അല്ലെങ്കിൽ കണ്ടീഷൻ വെച്ചിട്ടാണ് ആ ഒരു എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്സ് ഉണ്ട്. ഇഫ് ആൻഡ് സ്വിച്ച്. ഓക്കെ, ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത ഇഫ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് സിൻടാക്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇഫിനെ കുറിച്ചുള്ള സിൻടാക്സ് ആണ് ഇഫ്, സിമ്പിൾ ഇഫ്, ഇഫ് എൽസ്, എൽസ് ഇഫ് ലാഡർ. ഇഫ് നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സിമ്പിൾ ഇഫ്, എൽസ് ഇഫ്, ദെൻ എന്താണ്? എൽസ് ഇഫ് ലാഡർ. ഓക്കെ ആണല്ലോ? അപ്പോൾ അതിന് സിൻടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ എപ്പോഴും പലർക്കും അറിയാത്തൊരു കാര്യമാണ് സിൻടാക്സ് എന്താണ്. സിൻടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമാറ്റാണ്. എന്ന് വെച്ചാൽ എങ്ങനെ ആയിരിക്കണം ആ ഒരു സംഭവം എഴുതേണ്ടത് എന്നുള്ളൊരു ഫോർമാറ്റാണ് എന്തെന്ന് പറയുന്നത്? സിൻടാക്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ സിമ്പിൾ ഇഫ്. ഇഫിൻ്റെ സിൻടാക്സ് എന്താ? ഇഫ് കണ്ടീഷൻ ദെൻ എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ നോക്കാം. ഇഫ് കണ്ടീഷനാണ് എന്തെന്ന് പറയുന്നത്? മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന് പറയുന്നത്. ദെൻ സി ഔട്ട് യു ഹാവ് പാസ്ഡ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ്. കണ്ടോ? സ്റ്റേറ്റ്മെൻറ്റ് അവസാനം എന്തുണ്ട്? സെമിക്കോളൻ ഉണ്ട്. സെമിക്കോളൻ ഉള്ളതൊക്കെ എന്താണ്? സ്റ്റേറ്റ്മെൻ്റ് ആണ്, മറക്കരുത്. ദെൻ ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 യു ഹാവ് എന്താണ്? പാസ്ഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് എന്ത് ചെയ്യും? അവിടെ പ്രിൻറ്റ് ചെയ്ത് വരും. കാരണം ഇവിടെ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 എന്ന് പറയുന്നത് എന്താണ്? കണ്ടീഷനും. ദെൻ സെക്കൻഡ് അടുത്ത് എഴുതിയിരിക്കുന്ന എന്താണ്? സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്തില്ല? ഈ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്യണ സംഭവം നമ്മളിവിടെ കൊടുക്കുന്നുണ്ടോ? ഇല്ല. കാരണം അത് ഇവിടെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ഇവിടെ മാർക്ക് ഇപ്പോൾ നമ്മൾ കുറച്ചാണ്. ഇപ്പോൾ നമ്മൾ മാർക്ക് നമ്മളിവിടെ കുറച്ചാണ് നമ്മൾ കൊടുത്തെന്ന് വിചാരിക്കുക. നമ്മൾക്ക് 18 ആണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ നമ്മൾ കൊടുത്തൊരു മാർക്ക് എന്താണ്? 7 ആണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ഫെയിലാന്ന് പറഞ്ഞ മെസ്സേജ് ഇവിടെ എന്ത് ചെയ്യില്ല? വരില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്താണോ നമ്മളോട് കണ്ടീഷൻ കൊടുത്ത ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യും? ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ആ ഒരു ഫോൾസ് ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? അത് എക്സിക്യൂട്ട് ചെയ്യില്ല. ആ പ്രോഗ്രാം എക്സിറ്റ് ചെയ്തിട്ടേ വരുള്ളൂ. ഇങ്ങനെ വരുന്നതാണ് എന്ത്? ഇഫ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇഫ് എൽസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇഫിൽ നമുക്ക് എന്ത് മാത്രമേ വരുന്നുള്ളൂ? ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യും. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഇഫ് എൽസിൽ ആ ഒരു സംഭവം മാറ്റിക്കൊണ്ട് വരുന്നതാണ് എന്ത്? ആ ഒരു നമ്മൾ പറഞ്ഞ ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തുകൊണ്ട് വരുന്നതാണ് എന്ത്? ഇഫ് എൽസ്. ഇവിടെ നോക്കിക്കേ, ഇഫ് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് 1 എൽസ് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് 2. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ നമുക്ക് ഇവിടെ നോക്കാം. മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നമ്മൾ മാർക്ക് ഇപ്പോൾ എന്ത് കൊടുത്തു? ഒരു 10 കൊടുത്തെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യും. മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 നമ്മൾ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ 10 ആണല്ലേ നമുക്ക് കൊടുത്തിരിക്കുന്ന മാർക്ക്. പക്ഷെ ഇവിടെ എന്ത് വേണം? 18 ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ കുട്ടി പാസ് എന്ന് പറയുന്ന മെസ്സേജ് വരുള്ളൂ. അപ്പോൾ ഇവിടെ ആ കുട്ടി തോറ്റു അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വരണം? യു ഹാവ് പാസ്ഡ് അല്ലെങ്കിൽ യു ഹാവ് ഫെയിൽഡ്, 2 സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഇവിടെ എന്ത് ചെക്ക് ചെയ്യും? മാർക്ക് 18 മേലെ ആണോ എന്ന് ചെക്ക് ചെയ്യും. 18 മേലെ ആണോ? അല്ല. അപ്പോൾ നമ്മൾ എന്ത് മെസ്സേജ് ഇവിടെ പാസ് ചെയ്യും? യു ഹാവ് ഫെയിൽഡ്. എൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ട് എന്ത് ചെയ്യും? അങ്ങനെ കൊടുത്തു. പക്ഷേ ഇഫിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പം ഇഫ് എൽസിൽ എന്തുണ്ട്? നമുക്ക് 2, കാരണം കണ്ടീഷൻ ഇവിടെ ട്രൂ ആണെങ്കിലും ഫോൾസ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മെസ്സേജ് നമുക്ക് പ്രിന്റ് ചെയ്തിട്ട് വരും. അതാണ് ഇഫ് എൽസും ഇഫും തമ്മിലൊരു മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം മനസ്സിലായോ? ഓക്കെ ആണോ നിങ്ങൾക്ക് എല്ലാവർക്കും? അപ്പം നെക്സ്റ്റ് മൂന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എൽസ് ഇഫ് ലാഡർ ആണ്. എൽസ് ഇഫ് ലാഡർ എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് കുറേ തവണ, കാരണം കുറേ എൽസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നോക്കിക്കേ, അതിൻ്റെ സിൻടാക്സ് ഇവിടെ നോക്കാം. ഇഫ് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് 1 ദെൻ എൽസ് ഇഫ് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് 2 ദെൻ എന്താണ്? എൽസ് ഇഫ് കണ്ടീഷൻ 2 ദെൻ സ്റ്റേറ്റ്മെൻറ്റ് 3 എക്സെട്ര സ്റ്റേറ്റ്മെൻറ്റ് n ആണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് n ഈക്വൽ ടു 1, കാരണം എന്നിയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ സി ഔട്ട് എന്താണ്? 1 എന്ന് പറഞ്ഞു. എൽസ് അടുത്ത് എന്ത് വരണം? നമുക്ക് n 2, കാരണം കണ്ടീഷനാണ്. എന്നിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ n നമ്മൾ 3 എന്ന് കൊടുത്തു. ഓക്കെ, എന്നിൻ്റെ വാല്യൂ നമ്മൾ 3 എന്ന് കൊടുക്കുമ്പോൾ ആദ്യം ഇവിടെ ചെക്ക് ചെയ്യും n 1 ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ 1 അല്ല. അപ്പോൾ ഈ കണ്ടീഷൻ നമ്മൾ നോക്കില്ല. അപ്പോൾ അടുത്ത് നോക്കും n എന്താണ്? 2 ആണോ? അതുമല്ല. അപ്പോൾ n 3 ആണോ? 3 ആകുമ്പോൾ എന്ത് പ്രിൻറ്റ് ചെയ്യും? 3 നമ്മൾ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ n ഈക്വൽ ടു
5 ആണ് കൊടുത്തതെന്ന് പറയുമ്പോൾ എന്തില്ല ഇവിടെ 5 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇവിടെ ലാസ്റ്റിലൂടെ എന്ത് പ്രിന്റ് ചെയ്യും? നമ്പർ 1 3 മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ആ ഒരു കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടി പറ്റില്ലെങ്കിൽ അവിടെ എന്ത് കാണിക്കും? ഫോൾസ് കാണിക്കും. അപ്പോൾ എൽസ് ഇഫ് ലാഡർ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ കുറേ ഇപ്പോൾ 1 by 1 കുറേ നമ്മളിപ്പം എൽസ് കൊടുക്കുകയാണെങ്കിൽ കുറേ കണ്ടീഷൻ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്ത്, എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസിഷൻ മേക്കിംഗ് ഈ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് വെച്ചാൽ 3 ഇഫിലുള്ളത്, 3 കാര്യങ്ങളാണ് ഇഫിൽ വരുന്നത്. സിമ്പിൾ ഇഫ്, ഇഫ് എൽസ്, എൽസ് ഇഫ് ലാഡർ. then അടുത്ത സ്വിച്ച് ആണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സിമ്പിൾ ഇഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് കണ്ടീഷൻ, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യും, ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ആ എന്ത് ചെയ്യും, ആ പ്രോഗ്രാം എക്സിറ്റ് ആവും. ദെൻ ഇഫ് എൽസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്ത് ആ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്ത് എക്സിക്യൂട്ട് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് 2 നമ്മൾ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. പറഞ്ഞാൽ മനസ്സിലായോ? ദെൻ എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്നത് എന്താണ്, കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യും, കണ്ടീഷൻ 1 ശരിയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്തിലോട്ട് പോകും. അതും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്തിലോട്ട് പോകും. അങ്ങനെ അടുത്തിലോട്ട് പോയി എന്ന് വെച്ചാൽ എവിടെയാണോ നമ്മൾ ട്രൂ വരുന്നത് അവിടെ വെച്ച് എന്ത് ചെയ്യുന്നുള്ളൂ, കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യും. അതർവൈസ് നമ്മൾ ഒന്നും ഇല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഏറ്റവും അവസാനം കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്, റോങ് ആണെന്ന് പറയുന്ന ഒരു എന്താണ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ ആണ് എല്ലാവർക്കും? ഇത്രയും കാര്യം ഓക്കെ ആണ്? ഇഫിൻ്റെ കേസസ് ഓക്കെ ആണ് എല്ലാവർക്കും? മനസ്സിലായില്ലേ? ഇഫ്, ഇഫ് എൽസ്, ദെൻ എൽസ് ഇഫ് ലാഡർ. ഓക്കെ ആണല്ലോ? അടുത്തതായി സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ C++. അപ്പോൾ ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മറ്റൊരു പേരാണ് മൾട്ടിപ്പിൾ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് അല്ലേ. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഡിസിഷൻ, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്ലൈഡിൽ നമ്മൾ കാണിച്ചിട്ടുള്ള ഈ ഒരു എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്ന സമയത്ത് എന്താണ്, അതിൽ കുറേ ഡിസിഷൻസ് വരുന്നുണ്ട് ഇല്ലേ, കുറേ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കണ്ടീഷൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്, മൾട്ടിപ്പിൾ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ കുറേ ഡിസിഷൻസ് വരുന്നതുകൊണ്ടാണ് മൾട്ടിപ്പിൾ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഈ ഒരു എൽസ് ഇഫ് ലാഡറിന് അതേ ഫംഗ്ഷൻ അല്ലെങ്കിൽ അതേ ഒരു വർക്ക് ചെയ്യുന്ന മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്, ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു എൽസ് ഇഫ് ലാഡറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന സമയത്ത് അതിന് കുറേ അല്ലേ, നമുക്കിപ്പോൾ കുറേ സമയം നമ്മളിപ്പോൾ ഇഫ് കണ്ടീഷൻ കൊടുത്തു അല്ലേ, ദെൻ എൽസ് ഇഫ്, അങ്ങനെ കുറേ കണ്ടീഷൻസും എൽസ് ഇഫ് ഒക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് എന്ത് സംഭവിക്കും, പ്രോഗ്രാമിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി എന്ത് ചെയ്യും, കൂടും. ഇപ്പം നമ്മളിങ്ങനെ കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞപ്പം വലിയൊരു പ്രോഗ്രാമാണ്, നമ്മൾ ചെറിയൊരു പ്രോഗ്രാം ആണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ വലിയൊരു പ്രോഗ്രാമാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ഇപ്പം നമ്മൾ കുറേ ലെങ്തി നമ്മൾ പ്രോഗ്രാം എഴുതി, ആ പ്രോഗ്രാം എഴുതി നമ്മൾ പിന്നീട് നോക്കുന്ന സമയത്ത് നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. കാരണം അതിൻ്റെ പ്രോഗ്രാമിൻ്റെ ലെങ്ത്തും കോംപ്ലക്സിറ്റി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് അതിൻ്റെ സിൻടാക്സ് എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ സിൻടാക്സ് ആണ്, സ്വിച്ചിൻ്റെ സിൻടാക്സ് ആണ് ഇങ്ങനെ വരുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, സ്വിച്ച് എക്സ്പ്രഷൻ കൊടുക്കും, നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷൻ നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ ഓരോ കേസുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെക്ക് ചെയ്യും. ഫസ്റ്റ് നമുക്ക് നോക്കാം കേസ് 1 നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഒരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യും, കണ്ടീഷൻ മാച്ച് ആണോ നമ്മൾ ചെക്ക് ചെയ്യും. കണ്ടീഷൻ മാച്ച് ആണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ വെച്ചിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ആ ലൂപ്പിൽ നിന്ന് അത് ബ്രേക്ക് ആവും. ഓക്കെ ആണല്ലോ? ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ കണ്ടീഷൻ മാച്ച് അല്ല എന്ന് വിചാരിക്കാം. മാച്ച് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കേസ് 2 വരും. കേസ് 2 ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യും, നോക്കും. അവിടെ വെച്ചിട്ട് അത് മാച്ച് ആണോ നമ്മൾ നോക്കും. മാച്ച് ആണെങ്കിൽ അവിടെ വെച്ച് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തിട്ട് അത് ബ്രേക്ക് ചെയ്യും. അവിടെയും എന്താണ്, ആ ഒരു മാച്ചസ് വന്നിട്ടില്ലെങ്കിൽ, അവിടെയും ആ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു കണ്ടീഷനായിട്ട് ഒരു മാച്ച് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അടുത്ത കേസിലോട്ടേക്ക് വരും. അടുത്ത കേസിലോട്ടേക്ക് വന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ നോക്കും മാച്ച് ആണോ എന്ന്. അത് മാച്ച് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, അത് ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണോ കൊടുത്താൽ അത് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് എന്ത് കൊടുത്താൽ, ഇപ്പോൾ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണോ കൊടുത്താൽ അത് പ്രിൻറ്റ് ചെയ്ത് നമ്മളെ കാണിക്കും. അതാണ് എന്ന് പറയുന്നത് സ്വിച്ചിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ നമുക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു എക്സാമ്പിൾ, ഈ എക്സാമ്പിൾ നമുക്ക് മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സ്വിച്ചിൽ ഇപ്പോൾ n എന്ന് പറയുന്നത് ഞാനിപ്പോൾ n = 4 എന്ന് കൊടുത്തു. ഇപ്പോൾ n = 4 എന്ന് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ കേസ് 1 എന്ന് പറയുമ്പോൾ n = 4 അല്ലേ. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്, 1 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ ഇവിടെ 4 ആണല്ലോ കൊടുത്തത്. അപ്പോൾ ഇത് മാച്ച് ആണോ, മാച്ച് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത കേസായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അടുത്ത കേസ് എന്താണ്, കേസ് 2 ആണ്. അപ്പോൾ ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്താണ്, 4 ആണ്. അപ്പോൾ ഇത് തമ്മിൽ എന്ത് ചെയ്യില്ല, മാച്ച് ആവുന്നില്ല. ദെൻ അടുത്ത നമ്മൾ നോക്കുമ്പോൾ അതെന്താണ്, 3 ആണ്. അപ്പോൾ അതും തമ്മിൽ എന്തില്ല, മാച്ച് ഇല്ല. അങ്ങനെ 3 കേസും എന്തല്ല, ഇതായിട്ട് മാച്ച് വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഈ ഡിഫോൾട്ടിൽ എന്താണോ എടുക്കുന്നത് ഈ ഒരു വാല്യൂ നമുക്ക് എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്ത്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്തിട്ട് കാണിക്കും. മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്കിപ്പോൾ വേറൊരു ഇതിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ എന്നിൻ്റെ വാല്യൂ 3 ആണെന്ന് വിചാരിക്കാം. എന്നിൻ്റെ വാല്യൂ ഞാൻ എന്ത് കൊടുത്തു, 3 കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, കേസ് 1 നോക്കും. കേസ് 1 നോക്കുന്ന സമയത്ത് എന്താണ്, മാച്ച് അല്ല.
കേസ് 2 നോക്കുമ്പോൾ എന്തല്ല, മാച്ച് അല്ല. ഇവിടെ കേസ് 3 നോക്കുമ്പോൾ എന്താണ്, എന്നിൻ്റെ വാല്യൂ 3 ആണ്, ഇവിടെ എന്താണ്, മാച്ച് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ വെച്ചിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്ത് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. ഇതാണ് എന്ത്, സ്വിച്ചിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയും. അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പം ഇതിപ്പോൾ എൽസി ഫ്ലാഡറിലാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, ഇഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കോംപ്ലക്സിറ്റി. അപ്പം ഓരോ കണ്ടീഷൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കേസ് 3 കേസ് 1 പകരം ഓരോ ഇഫും എൽസിഫും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് കുറച്ചും കൂടെ നമുക്ക് എന്താണ്, ഈ ഒരു പ്രോഗ്രാം ലെങ്ത്തും കോംപ്ലക്സിറ്റി ഒക്കെ എന്ത് ചെയ്യും, കൂടുകയും ചെയ്യും. അത് മാത്രമല്ല ഇതിൻ്റെ ഇടയിൽ ബ്രേസസും നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ പ്രോബ്ലം എന്താണ്, കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ട് മാറും. അത് കുറച്ചും കൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? യെസ്, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തതായി നമ്മൾ കമ്പാരിസൺസ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്, സ്വിച്ച് ആൻഡ് എൽസി ഫ്ലാഡർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, കമ്പാരിസൺസ് ബിറ്റ്വീൻ എൽസി ഫ്ലാഡർ ആൻഡ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് കമ്പാരിസൺസ് എന്താ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എനി റിലേഷണൽ എക്സ്പ്രഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ കണ്ടീഷൻ. ദെൻ സ്വിച്ചിൽ പറയുന്നത് എന്താ, ഓൺലി ഈക്വാലിറ്റി കണ്ടീഷൻസ് ആർ ചെക്ക്ഡ്. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, എന്താ റിലേഷണൽ എക്സ്പ്രഷൻസ് ആണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്, നമ്മൾ എൽസി ഫ്ലാഡറിൽ യൂസ് ചെയ്യുന്നത്. റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ എന്താ, നമ്മളിപ്പം ലെസ് ദാൻ അതേപോലെ ഗ്രേറ്റർ ദാൻ തുടങ്ങിയിട്ടുള്ള സിമ്പിൾസ് വെച്ച് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, റിലേഷണൽ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ദെൻ സ്വിച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് മാത്രമാണ്, ഈക്വാലിറ്റി മാത്രം. ഈക്വാലിറ്റി ഓൺലി ഈക്വാലിറ്റി കണ്ടീഷൻസ് മാത്രമേ നമ്മൾ എന്തിൽ ചെക്ക് ചെയ്യുന്നുള്ളൂ, സ്വിച്ചിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ ആണോ? ദെൻ രണ്ടാമത്തെ എന്താ പറയുന്നത്, എൽസി ബ്ലോക്ക് ഈസ് എക്സിക്യൂട്ടഡ് ഇഫ് ഓൾ കണ്ടീഷൻസ് റിട്ടേൺ ഫോൾസ്. ദെൻ സ്വിച്ചിൽ പറയുന്നത് എന്താണ്, ഡിഫോൾട്ട് ബ്ലോക്ക് ഈസ് എക്സിക്യൂട്ടഡ് ഇഫ് ഓൾ കേസസ് റിട്ടേൺ ഫോൾസ് അല്ലേ. അപ്പോൾ നമ്മൾ സ്വിച്ച് നമുക്ക് പറയാം ആദ്യം, കാരണം നമ്മൾ നേരത്തെ സ്ലൈഡിൽ കണ്ടു കഴിഞ്ഞു. കാരണം വെച്ചാൽ എന്താണ്, സ്വിച്ചിൽ നമ്മൾ എല്ലാ കേസസും നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ എങ്ങോട്ട് വരുന്നത്, ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റിലോട്ടേക്ക് വരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, എൽസ് ബ്ലോക്ക് ഈസ് എക്സിക്യൂട്ടഡ് ഇഫ് ഓൾ കണ്ടീഷൻ റിട്ടേൺ ഫോൾസ് ആണ്. അപ്പോൾ നമ്മൾ എല്ലാം നോക്കിയതിന് ശേഷം കണ്ടീഷൻസ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റിട്ടേൺ ഫോൾസിലോട്ടേക്ക് വരുന്നത്. പക്ഷേ സ്വിച്ചിൽ അങ്ങനെയല്ല, നമ്മൾ എല്ലാ കേസസും നമ്മൾ നോക്കിയതിന് ശേഷമാണ് ഇവിടേക്ക് വരുന്നത്, ഡിഫോൾട്ട് സെക്ഷനിലോട്ടേക്ക് നമ്മൾ വരുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് വെച്ചാൽ പ്രോഗ്രാം കൺട്രോൾ ഓട്ടോമാറ്റിക്കലി കംസ് ഔട്ട്സൈഡ് ദ ആഫ്റ്റർ എക്സിക്യൂട്ടിങ് എ ബ്ലോക്ക് ആണ്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം കൺട്രോൾ, കാരണം ഓട്ടോമാറ്റിക് നമ്മൾ എല്ലാ കണ്ടീഷൻസും നോക്കി അതിനുശേഷം ഓട്ടോമാറ്റിക്കലി ആണ് നമ്മൾ എങ്ങോട്ട് വരുന്നത്, ഔട്ട്സൈഡിലോട്ടേക്ക് വരുന്നത്. പക്ഷേ ബ്ലോക്കിൻ്റെ കേസ് സ്വിച്ചിൻ്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് എന്ന് പറയുന്ന ഒരു കീവേഡ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രോഗ്രാം ആ ഒരു ഔട്ട്സൈഡിലോട്ടേക്ക് വരുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മൾ സ്വിച്ചിനകത്ത് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇത് ഈ മൂന്ന് കേസസ് ആണ് എന്തിൽ വരുന്നത്, കമ്പാരിസൺസ് വരുന്നത്. ഓർത്ത് വെക്കുക, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ, റിലേഷണൽ എക്സ്പ്രഷൻ ആണ് എൽസി ഫ്ലാഡറിൽ. സ്വിച്ചിൽ എന്താ വരുന്നത്, ഈക്വാലിറ്റി ആണ്. ദെൻ നെക്സ്റ്റ് വരുന്ന എന്താണ്, നമ്മൾ ഇഫ് ഓൾ കണ്ടീഷൻ അല്ലെ, നമ്മൾ എല്ലാ എൽസ് ബ്ലോക്കിലും നമ്മൾ ഈസ് എക്സിക്യൂട്ടഡ് ഇഫ് ഓൾ കണ്ടീഷൻസ് ഇൻ റിട്ടേൺ ഫോൾസ് ആണ്. മറ്റേതിൽ എന്താണ്, എല്ലാ കേസസ് നോക്കിയതിന് ശേഷം മാത്രമേ ഡിഫോൾട്ട് സെക്ഷനിലോട്ടേക്ക് വരുന്നുള്ളൂ. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, പ്രോഗ്രാം ഓട്ടോമാറ്റിക്കലി ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എക്സിക്യൂട്ടിന് ശേഷം ഔട്ട്സൈഡിലോട്ടേക്ക് വരുന്നത്. പക്ഷേ നമ്മൾ ഈ സ്വിച്ചിനകത്ത് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് എന്ന് പറയുന്ന ഒരു കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ആരും മറക്കരുത്, കാരണം ബ്രേക്ക് എന്ന് പറയുന്നത് എന്നൊരു കീവേഡ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നുണ്ട്, സ്വിച്ചിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പാരിസൺ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഇപ്പോൾ ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്നാൽ നിങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ ഓപ്പറേറ്റർ പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് അടുത്തൊരു സെക്ഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്താണ്. അപ്പോൾ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഫസ്റ്റ് ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്താ, ഇറ്റ് ഈസ് എ ടേണറി ഓപ്പറേറ്റർ. ഇതൊരു ടേണറി ഓപ്പറേറ്റർ ആണ്. അപ്പോൾ എന്താണ് ഈ ടേണറി ഓപ്പറേറ്റർ? അപ്പോൾ നിങ്ങൾ മുമ്പ് ഇതിൽ പഠിച്ചിട്ടുണ്ടാകും യൂണറി ഓപ്പറേറ്റർ, ദെൻ ബൈനറി ഓപ്പറേറ്റർ, നിങ്ങളെ പഠിച്ചിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ എന്താണ് യൂണറി ഓപ്പറേറ്റർ? യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഒറ്റ ഒരു ഓപ്പറാൻഡ് ഉള്ളത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം A+B ആണെങ്കിൽ ഈ A+B എന്ന് പറയുമ്പോൾ എന്താ, എത്ര ഓപ്പറാൻഡ് ഉണ്ട്? ഓപ്പറാൻഡ് എന്ന് പറയുന്നത് എന്താ, എയും ബിയെ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറാൻഡ് എന്ന് പറയുന്നത്. ദെൻ പ്ലസ് എന്ന് പറയുന്നത് എന്താണ്, ഓപ്പറേറ്റർ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ട് ഓപ്പറാൻഡ് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈനറി ഓപ്പറേറ്റർ എന്ന് നമ്മൾ പറയുന്നത്. അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ എന്താ, ഒറ്റ ഒരു ഓപ്പറാൻഡ്. ഇപ്പോൾ നമ്മൾ പ്ലസ് എ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പം ഇപ്പം ടേണറി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, 3 ഓപ്പറാൻഡ് വരുന്ന കേസസ് ആണ് നമുക്ക് എന്ത് പറയുന്നത്, ടേണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ കണ്ടീഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ടേണറി ഓപ്പറേറ്റർ ആണ്.
ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് ക്യാൻ ബി റിട്ടേൺ യൂസിങ് കണ്ടീഷൻ ഓപ്പറേറ്റർ. കാരണം ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ എന്താണ് റിട്ടേണിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ ആണ് എന്തെന്ന് പറയുന്നത് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ ഇഫ് എൽസിന്, അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയിട്ടില്ലേ മാർക്കിന്റെ ഇഫ് എൽസിന്റെ കേസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് ഇപ്പം നമ്മൾ പറയാണ് മാർക്ക് ഗ്രേറ്റർ ദാൻ എന്താണ് 80 ആണെങ്കിൽ ഫസ്റ്റ് എന്തായിരിക്കും കണ്ടീഷൻ, എന്താണ് പാസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ പാസ്ഡ്. എൽസ് ദെൻ അതിൽ കുറവാണെങ്കിൽ എന്ത് ചെയ്യും, ഫെയിൽഡ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്താണ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ വീണ്ടും മാറ്റി എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ ആണ് എന്ത്, കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സിൻടാക്സ് നോക്കിക്കേ, കണ്ടീഷൻ ക്വസ്റ്റ്യൻ മാർക്ക്. ആദ്യം എന്ത് ചെയ്യും, നമ്മൾ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, ട്രൂ കേസസ് ദെൻ എന്താണ് ഫോൾസ് കേസസ്. ഇങ്ങനെയാണ് എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിക്കേ, എ ഗ്രേറ്റർ ദാൻ ബി. നമ്മളൊരു വാല്യൂ കൊടുത്തു, എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ, എന്നുവെച്ചാൽ ബിനെക്കാളും വലുത് എ ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം, സി ഔട്ട് എ എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും, ബി എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ചെയ്യും. ഇപ്പോൾ നമുക്കത് ഇഫിൽ എഴുതാണെങ്കിൽ, ഇഫിൻ്റെ കേസസ് നമ്മൾ എഴുതാണെങ്കിൽ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് എഴുതി. അപ്പോൾ നമുക്ക് എന്ത് കണ്ടീഷൻ നോക്കുന്ന സമയത്ത് എന്താണ്, സി ഔട്ട് നമ്മൾ എന്ത് കൊടുത്തു, എ എന്ന് കൊടുത്തു. എൽസ് സി ഔട്ട് എന്ത് കൊടുത്തു, ബി എന്ന് കൊടുത്തു. അപ്പം ഈ ഒരു ഇത്രയും ഒരു 2 3 4 എന്താണ് ഇൻസ്ട്രക്ഷൻ നമ്മൾ എന്ത് ഒറ്റ ലൈനാക്കി നമ്മൾ എന്ത് ചെയ്തു മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കണ്ടീഷൻ ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മറക്കരുത്, കണ്ടീഷൻ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ടേണറി ഓപ്പറേറ്റർ ആണ്. കാരണം നമ്മളിത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റിനെ വീണ്ടും നമ്മളൊരു മാറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു കണ്ടീഷണൽ ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, കണ്ടീഷൻ ക്വസ്റ്റ്യൻ മാർക്ക് ട്രൂ കേസ് ആൻഡ് എന്താണ് ഫോൾസ് കേസസ് അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഏതാണോ ശരി, ട്രൂ കേസ് ആണെങ്കിൽ ട്രൂ കേസ് എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്ത് പ്രിന്റ് ചെയ്യും, ഫോൾസ് കേസസ് പ്രിന്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഓക്കെ അല്ലേ. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ്, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് 2 ടൈപ്പ് ഉണ്ട്, ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ മറ്റൊരു പേരാണ് എന്ത്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി യൂസ്ഡ് ടു എക്സിക്യൂട്ട് 1 or more സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ്ലി ബേസ്ഡ് ഓൺ കണ്ടീഷൻ. ഒന്നോ അതിലധികമോ എന്താണ് സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് ഒന്നോ അതിലധികമോ സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ്ലി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് റിപ്പീറ്റേഷന് വേണ്ടി. നമുക്കിപ്പം ചില സമയത്ത് ഇങ്ങനെ കുറേ നമ്പേഴ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 to 10 അല്ലെങ്കിൽ 1 to 100 വരെ നമുക്ക് പ്രിന്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ അതിങ്ങനെ വീണ്ടും നമ്മളിങ്ങനെ കുറേ തവണ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. സി ഔട്ട് 1 2 3 അങ്ങനെ 100 വരെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെച്ചിട്ട് അതുവരെ നമുക്ക് 100 വരെ നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാ ലൂപ്പിനകത്ത് ഇവിടെ നോക്കുക, എവറി ലൂപ്പ് കണ്ടെയ്ൻ എ വേരിയബിൾ. എല്ലാ ലൂപ്പിനകത്ത് എന്തുണ്ടാവും, ഒരു വേരിയബിൾ ഉണ്ടാവും. ഇറ്റ്സ് വാല്യൂ ഡിസൈഡ് ദ നമ്പർ ഓഫ് റിപ്പീറ്റഡ് എക്സിക്യൂഷൻ. ദിസ് വേരിയബിൾ ഈസ് കോൾഡ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനകത്തൊരു വേരിയബിൾ ഉണ്ടാവും. ഈ വേരിയബിളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു നമ്പർ ഡിസൈഡ് ഇത്ര തവണ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് വിളിക്കുന്നത്. കാരണം നമുക്കിപ്പോൾ n=5 അല്ലെങ്കിൽ ഇത്ര വരെ, ഇപ്പം n=5 അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ 100 വരെയാണെന്ന് വിചാരിക്കുക, നമ്പർ പ്രിന്റ് ചെയ്യണം. അപ്പോൾ 100 ടൈംസ് നമുക്ക് എന്ത് ചെയ്യണം, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. 101 എത്തുമ്പോൾ അത് എന്ത് ചെയ്യും, അവിടെ വെച്ചിട്ട് പ്രോഗ്രാം എന്ത് ചെയ്യും, സ്റ്റോപ്പ് ആവും. അതെന്ത് ചെയ്യും, നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ പ്രോഗ്രാം നമ്മൾ നിർത്തും. ഓക്കെ, അപ്പോൾ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര തവണ നമുക്ക് റിപ്പീറ്റേഷൻ വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ് എന്ത്, ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും 4 കമ്പോണൻസ് ആണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്, ഇനീഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, ടെക്സ്റ്റ് എക്സ്പ്രഷൻ. മൂന്നാമത്തെ എന്താണ്, ബോഡി ഓഫ് ദ ലൂപ്പ്. നാലാമത്തെ എന്താണ്, അപ്ഡേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആണ്. അപ്പോൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളിപ്പോൾ i=1 അങ്ങനെ നമ്മൾ കൊടുക്കാറില്ലേ, അതാണ് എന്ത്, ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഏത് വരെ വരണം അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഒരു നമ്മൾ കൊടുക്കാറില്ല, അതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം വരുന്നത് എന്താണ്, ബോഡി ഓഫ് ദ ലൂപ്പാണ്. ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ പ്രിന്റ് ചെയ്യുന്നത്, സി ഔട്ട് എന്നൊക്കെ നമ്മൾ കൊടുക്കാറില്ലേ, സി ഔട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സംഭവമാണ് എന്ത്, ബോഡി ഓഫ് ദ ലൂപ്പിൽ വരുന്നത്. നെക്സ്റ്റ് എന്താണ്, അപ്ഡേഷൻ. നമ്മൾ പറയാറില്ല i++, അടുത്തപ്പോൾ നമ്മളിപ്പം i=1 വന്നു, അടുത്ത് നമ്മൾ എന്താ നെക്സ്റ്റ് റിപ്പീറ്റേഷനിൽ വരുന്നത്, അപ്പോൾ അടുത്ത ആളെ വരുന്നത്, അതാണ് അപ്ഡേഷൻ ഓഫ് ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ മനസ്സിലായ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? എക്സിക്യൂട്ട് വൺ ഓർ മോർ സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ്ലി ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. കാരണം ഒന്നോ അതിലധികമോ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുക, സ്റ്റേറ്റ്മെന്റ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, എന്തെങ്കിലും കണ്ടീഷൻ വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പറഞ്ഞാൽ മനസ്സിലായ നിങ്ങൾക്ക്? അപ്പോൾ ഇതിനകത്ത് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആണ് എന്ത് ചെയ്യുന്നത്, എത്ര തവണ റിപ്പീറ്റേഷൻ വരണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് എന്താണ്? ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൽ 4 കമ്പോണൻസ് ആണല്ലോ. എന്തൊക്കെയാണ്? ഇനീഷ്യലൈസേഷൻ ഓഫ് എ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, ടെക്സ്റ്റ് എക്സ്പ്രഷൻ അല്ലെ. ഇനീഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? i=1 അല്ലെങ്കിൽ നമ്മൾ i=0 എന്ന് കൊടുക്കുന്നതാണ് എന്ത്? ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ടീഷൻസ് ആണ്. നമ്മൾ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഒക്കെ പറഞ്ഞ കണ്ടീഷൻസ് ആണ് എന്ത്? ടെസ്റ്റ് എക്സ്പ്രഷൻ. നെക്സ്റ്റ് ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കവിടെ സ്റ്റേറ്റ്മെന്റുകൾ എന്താണ് പ്രിന്റ് ചെയ്ത് വരുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊടുക്കുന്നതാണ് എന്ത്? ബോഡി ഓഫ് ദ ലൂപ്പ്. നെക്സ്റ്റ് അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ i++ അല്ലെങ്കിൽ i-, എന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ റിപ്പീറ്റേഷൻ ആണല്ലോ. അപ്പം ഒന്ന് കഴിഞ്ഞ് അടുത്ത് ഇൻക്രിമെന്റ് ചെയ്ത് വരണം. അതാണ് എന്ത്? അപ്ഡേഷൻ ഓഫ് ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നത്. അതാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇനി പറയുന്നത് ടൈപ്സ് ഓഫ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ മെയിനായിട്ട് വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, 3 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. C++ൽ മെയിനായിട്ട് നമുക്ക് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ 3 ലൂപ്പുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ വൈൽ ലൂപ്പ്. അപ്പോൾ വൈൽ ലൂപ്പിന് സിൻടാക്സ് ആണ് ഇവിടെ നമ്മൾ ആദ്യം പറയുന്നത്. നോക്കുക, ഇനീഷ്യലൈസേഷൻ, വൈൽ ടെക്സ്റ്റ് എക്സ്പ്രഷൻ, ഓപ്പൺ ബ്രേസ്, ബോഡി ഓഫ് ദ ലൂപ്പ്, അപ്ഡേഷൻ, ദെൻ എന്ത് ചെയ്തു, ബ്രേസ് ക്ലോസ് ചെയ്തു. ഇതാണ് വൈലിൻ്റെ എന്താണ് സിൻടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിൻടാക്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ക്ലാസ്സുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, അതിനൊരു എക്സാമ്പിൾ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ വൈലിൽ ഇപ്പോൾ നമ്മൾ ആദ്യം എന്ത് കൊടുത്തു? ഇനീഷ്യലൈസേഷൻ ആണ് ഫസ്റ്റ്. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് നമ്മൾ ഇനീഷ്യലൈസേഷൻ ആണ്. അപ്പോൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് കൊടുത്തു? ഇൻറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1. കാരണം നമ്മൾ ആദ്യം സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്. ഇൻറ്റിജർ എക്സ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കൊടുത്തു? നമ്മൾ 1 എന്ന് കൊടുത്തു. ഓക്കെ ആണല്ലോ. ദെൻ വൈലിൽ നമ്മൾ എന്ത് ചെയ്തൊരു കണ്ടീഷൻ, രണ്ടാമത്തെ എന്തായിരുന്നു? ടെക്സ്റ്റ് എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ കണ്ടീഷൻ നമ്മൾ കൊടുത്തു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഇപ്പം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറയുന്നത് എന്താണ്? എക്സിൻ്റെ വാല്യൂ ഒന്നെങ്കിൽ 10 ആവാം, അല്ലെങ്കിൽ എന്താവാം? 10-നേക്കാളും കുറവാവാം. പക്ഷെ 10-ൽ കൂടാൻ വേണ്ടി പാടില്ല. അതാണ് നമ്മുടെ കണ്ടീഷൻ. എക്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ 10 ആവാം, അല്ലെങ്കിൽ എന്താ? 10-നേക്കാളും കുറവാണ്. അപ്പോൾ നമ്മൾ ആദ്യം എക്സിൻ്റെ വാല്യൂ എന്താണ്? ഇവിടെ 1 ആണ്. 1 ആവുന്ന സമയത്ത് ഇവിടെ ചെക്ക് ചെയ്തു, കണ്ടീഷൻ നോക്കി. അപ്പം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. കാരണം ഇത് 10-നേക്കാൾ എന്താണ്? ചെറുതാണ്. അങ്ങനെ ചെറുതാണെങ്കിൽ എന്ത് സംഭവിക്കും? സി ഔട്ട്. സി ഔട്ട് എന്ന് പറയുന്നത് എന്താ? നമ്മൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സി ഔട്ട്. ആ എക്സിൻ്റെ വാല്യൂ അവിടെ എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്യും. അപ്പോൾ 1 എന്ന് നമുക്ക് പ്രിന്റ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? x++, അതാണ് അപ്ഡേഷൻ എന്ന് പറയുന്നത്. ബോഡി ഓഫ് ദ ലൂപ്പ് അതിൻ്റെ അപ്ഡേഷൻ. അപ്ഡേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതിന് ഇൻക്രിമെന്റ് ചെയ്യും. അപ്പോൾ x++ എന്ന് പറയുന്നത് എന്താണ്? x+1 അല്ലേ? ഇപ്പം x+1 എന്ന് പറയുന്നത് എന്താ? ഇപ്പം എക്സിൻ്റെ വാല്യൂ 1 ആണ്. അപ്പം 1 + 1 എന്ത് കിട്ടി നമുക്ക്? 2 എന്ന് നമുക്ക് കിട്ടി. പറഞ്ഞാൽ മനസ്സിലായി? അപ്പം എക്സിൻ്റെ വാല്യൂ ഇവിടെ വീണ്ടും എന്തായി? 2 ആയിട്ട് മാറി. അപ്പോൾ 2 ആയിട്ട് മാറുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ഇവിടെ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് വീണ്ടും 10-നേക്കാളും ചെറുതാണോ എന്ന് നോക്കും. 10-നേക്കാളും ചെറുതാണെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും അത് പ്രിന്റ് ചെയ്യും. അങ്ങനെ ഇത് വീണ്ടും എന്ത് ചെയ്യും? അപ്ഡേറ്റ് ചെയ്യും. വീണ്ടും അത് അപ്ഡേറ്റ് ചെയ്ത് ഇത് 11 എത്തിയെന്ന് വിചാരിക്കും. അപ്പോൾ 11 എത്തി, എക്സിൻ്റെ വാല്യൂ 11 എത്തി. 11 എത്തുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? 10-നേക്കാളും വലുതല്ലേ 11. അപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആയില്ലേ? അപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ എന്ത് ചെയ്യും? ആ ലൂപ്പിൽ നിന്ന് അതിനെന്ത് ചെയ്യും? എക്സിറ്റ് ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ആ പ്രോഗ്രാം എന്ത് ചെയ്യും? നമ്മൾ എന്താണോ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് അത് വെച്ചിട്ട് പ്രിന്റ് ചെയ്ത പ്രോഗ്രാം എന്താവും? എൻഡ് ആവും. അപ്പോൾ ഇതാണ് വൈൽ ലൂപ്പ്. അപ്പോൾ വൈൽ ലൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ആ കണ്ടീഷൻ നമ്മൾ എപ്പോഴാണോ എത്ര സമയം വരെ അതിനെ കണ്ടീഷൻ നമുക്ക് ലൂപ്പിലേക്ക് കറങ്ങിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? എപ്പോഴാണോ അത് ഫോൾസ് ആവുന്നത്, ആ ഒരു കണ്ടീഷൻ ഫോൾസ് ആവുന്നത്, അത് വരെ എന്ത് ചെയ്യുന്നത്? അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? ആ ഒരു കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? അത് എക്സിറ്റ്, ആ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ആ പ്രോഗ്രാം എന്ത് ചെയ്യും? എൻഡ് ആവും. ഇതാണ് വൈൽ ലൂപ്പ്. അപ്പോൾ വൈൽ ലൂപ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ടെക്സ്റ്റ് എക്സ്പ്രഷൻ ആണ് ആദ്യം വരെ സിൻടാക്സ് എഴുതുമ്പോൾ, ദെൻ ഓപ്പൺ ബ്രേസ്, ദെൻ ബോഡി ഓഫ് ദ ലൂപ്പ്, ദെൻ എന്താണ്? അപ്ഡേഷൻ ആണ് കാണിക്കുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? അടുത്തത് ഫോർ ലൂപ്പ് ആണ്. അപ്പോൾ ഫോർ ലൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് സിൻടാക്സ് നോക്കാം. ഫോർ ഇനീഷ്യലൈസേഷൻ, സെമികോളൻ, ടെക്സ്റ്റ് എക്സ്പ്രഷൻ, സെമികോളൻ, അപ്ഡേഷൻ, ദെൻ ബ്രേസ് ഓപ്പൺ, ബോഡി ഓഫ് ദ ലൂപ്പ്. അപ്പോൾ നമ്മൾ നേരത്തെ വൈൽ ലൂപ്പ് കണ്ടല്ലോ. വൈൽ ലൂപ്പിന് നിന്ന് ഇതിൻ്റെ അകത്ത് എന്ത് വ്യത്യാസമുള്ളത്? കാരണം വൈൽ ലൂപ്പിന് നമ്മളെല്ലാം സെപ്പറേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇനീഷ്യലൈസേഷനും എക്സ്പ്രഷനും അപ്ഡേഷനും ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ഒരു പ്രോഗ്രാമിൻ്റെ സൈസ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്ത് യൂസ് ചെയ്യുമ്പം? ഫോർ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ. പറഞ്ഞാൽ മനസ്സിലായോ? എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് വൈൽ ലൂപ്പിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ടെക്സ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ്, അപ്ഡേഷൻ സെപ്പറേറ്റ് ആണ് കൊടുത്തത്. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇനീഷ്യലൈസേഷനും എക്സ്പ്രഷനും അപ്ഡേഷനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുമിച്ച് ഒറ്റ
സ്ട്രെച്ചിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോഗ്രാമിൻ്റെ സൈസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ വയലിൽ ചെയ്യുന്ന അതേ സംഭവം തന്നെയാണ് ഫോറിലും നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം എങ്ങനെയാണ്. നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെയാണ് നമുക്കവിടെ വീണ്ടും നമ്മൾ നോക്കുന്നത്. ഇൻറ്റ് നമ്മൾ ആദ്യം ഇനീഷ്യലൈസേഷൻ കൊടുത്തു. ഇൻറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് 1, ദെൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, ദെൻ അപ്ഡേഷൻ എക്സ് പ്ലസ് പ്ലസ്, ദെൻ സി ഔട്ട് എന്താണ് എക്സ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത്, ആദ്യം എന്ത് ചെയ്യും, ഇത് ഇനീഷ്യലൈസേഷൻ എക്സ് ഈക്വൽ എന്ത് കൊടുത്തു, 1 എന്ന് കൊടുത്തു. 1 എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്തു, ആ ഒരു എക്സിൻ്റെ വാല്യൂ നമ്മൾ കമ്പയർ ചെയ്തു, വെച്ചാൽ എക്സ് 10 ആയിട്ട് കമ്പയർ ചെയ്തു. അപ്പോൾ 10നേക്കാൾ എന്താണ് ചെറുതാകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ സി ഔട്ട് ചെയ്യും. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യും, അതിനെ അപ്ഡേറ്റ് ചെയ്യും. ദെൻ 2 ആവും. 2 ആകുമ്പോൾ വീണ്ടും എന്താണ് ചെക്ക് ചെയ്യുമ്പോൾ അത് വീണ്ടും ചെറുതാണ്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും, അത് പ്രിന്റ് ചെയ്യും. അങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് പോയി 11 എത്തുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു കണ്ടീഷൻ ഫോൾസ് ആവും അല്ലേ. നമുക്ക് 10നേക്കാളും വലുതല്ലേ 11. അപ്പോൾ കണ്ടീഷൻ എന്ത് ചെയ്യും, ഫോൾസ് ആവും. ഫോൾസ് ആകുമ്പോൾ എന്ത് ചെയ്യും, ആ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് പ്രോഗ്രാം എന്ത് ചെയ്യും, എൻഡ് ചെയ്യും. പറഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഈ ഫോറിലും വയലും ചെയ്യുന്ന എന്താണ്, ആദ്യം നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു എക്സിക്യൂഷൻ നടക്കുന്നത്. അപ്പോൾ കണ്ടീഷൻ എപ്പോഴാണോ ഫോൾസ് ആവുന്നത് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ആ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്യും, പ്രോഗ്രാം എൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സിൻടാക്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഇതൊരു റിവ്യൂ ആണ്. കാരണം കംപ്ലീറ്റ് നിങ്ങൾ 4-5 ചാപ്റ്റേഴ്സ് പഠിച്ചതിൻ്റെ ഒരു റിവ്യൂ മാത്രമാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ, ഇതിൻ്റെ സിൻടാക്സും ജസ്റ്റ് കുഞ്ഞ് എക്സാമ്പിൾസ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് മാത്രമേ ഇതിൻ്റെ അകത്തൊരു വ്യത്യാസമുള്ളൂ. ഇതിൻ്റെ ഒരു എഴുതുന്ന രീതിയിൽ മാത്രമേ ഫോറിലും വൈലിലും വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ ആണല്ലോ, മനസ്സിലായോ? അടുത്തത് ഡു വൈൽ ലൂപ്പാണ്. അപ്പം നമ്മൾ വൈലും ഫോറിലും തമ്മിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടൊരു ലൂപ്പാണ് എന്ത്, ഡു വൈൽ ലൂപ്പ്. കാരണം വൈലും ഡു വൈലും ഏകദേശം നമുക്ക് പേരിൽ ഒരേപോലെ ഉണ്ട്. പക്ഷേ ഇതിനകത്തൊരു മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് അത് നമുക്ക് നോക്കാം എന്താണ്. ആദ്യം ഇനീഷ്യലൈസേഷൻ സെമികോളൻ ഡു, ബ്രേസ് ഓപ്പൺ ചെയ്തു, ബോഡി ഓഫ് ദ ലൂപ്പ്, ദെൻ എന്താണ് അപ്ഡേഷൻ വൈൽ, ദെൻ വൈൽ ടെക്സ്റ്റ് എക്സ്പ്രഷൻ. ഇവിടെ നോക്കിക്കേ, ഈ കണ്ടീഷൻ എന്ന് പറയുന്ന ഏറ്റവും അവസാനമാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് 2 എങ്ങനെ കൊടുത്തത്, കണ്ടീഷൻ ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു എക്സ്പ്രഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യം കൊടുത്തിട്ടുണ്ട് അല്ലേ. പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡു വൈൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈ ഒരു ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. നമ്മൾ കൊടുത്ത സംഭവം എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ മറ്റ് 2 ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് എക്സിക്യൂഷൻ നടത്തുന്നത്. ഓക്കെ ആണല്ലോ. പക്ഷെ ഇതിലെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ആദ്യം കൊടുത്ത സംഭവം എക്സിക്യൂട്ട് ചെയ്യും. ആദ്യം നമ്മൾ എന്ത് വാല്യൂ ആണോ കൊടുത്തത് അത് എക്സിക്യൂട്ട് ചെയ്യും. ആ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അത് അപ്ഡേറ്റ് ആവും. അതിന് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്, ആ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായി. നമ്മൾ മറ്റ് 2 എന്ത് ചെയ്യുന്നത്, ആദ്യ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്താണ്, ഒരു എക്സിക്യൂഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നേരത്തെ പറഞ്ഞാൽ അതേ എക്സാമ്പിൾ തന്നെയാണ്. ഇൻറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തു അല്ലേ. നമ്മൾ ആദ്യം അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, ഡു സി ഔട്ട് എക്സ്. സി ഔട്ട് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, അവിടെ എന്ത് പ്രിന്റ് ചെയ്യും, 1 എന്ന് പ്രിന്റ് ചെയ്യും. 1 പ്രിന്റ് ചെയ്തിട്ട് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, എക്സ് പ്ലസ് പ്ലസ് എന്ന് വെച്ചാൽ എന്താണ്, എക്സിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂനോട് ഇപ്പോൾ എക്സ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്, എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ എക്സ് പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്താ, 1 + 1 = 2. അപ്പോൾ 2 ആയിട്ട് മാറി. 2 ആവുന്ന സമയത്താണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്, 10നേക്കാളും ചെറുതാണ്. അപ്പോൾ വീണ്ടും അത് എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യും. അങ്ങനെ പ്രിന്റ് ചെയ്ത് എപ്പോഴാണോ കണ്ടീഷൻ ഫോൾസ് ആവുന്ന അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വാല്യൂ എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും. അത് തെറ്റായാലും ശരിയായാലും. അതിനുശേഷം മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ നിങ്ങൾ മറന്നു പോകരുത്, വൈലും ഫോറിലും എന്താ ചെയ്യുന്നത്, ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്, എക്സിക്യൂഷൻ നടക്കുന്നത്. ഡു വൈൽ എങ്ങനെയാണ്, നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വാല്യൂ എക്സിക്യൂട്ട് ചെയ്തു, അതിനുശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പം മറക്കരുത്. കാരണം ഡു വൈൽ എന്താ ചെയ്യുന്നത്, കണ്ടീഷൻ ഏറ്റവും അവസാനമാണ്. നമ്മൾ ഒരു എക്സിക്യൂഷൻ കഴിഞ്ഞ ശേഷമാണ് എന്ത് ചെക്ക് ചെയ്യുന്നത്, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഏതിൽ, ഡു വൈൽ. അപ്പം അതിൻ്റെ സിൻടാക്സ് നിങ്ങൾ മറക്കരുത്. ഇനീഷ്യലൈസേഷൻ ഡു ആണ് ആദ്യം, ഏറ്റവും അവസാനമാണ് എന്ത് സംഭവിക്കുന്നത്, വൈൽ കൊടുക്കുന്നത്. ആദ്യം ഡു എന്ന് വെച്ചാൽ ഡു ചെയ്യാം. അതിന് ശേഷമാണ് എന്ത്, ഏറ്റവും അവസാനമാണ് എന്ത് ചെയ്യുന്നത്, കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സിൻടാക്സുകൾ മറന്നു പോകരുത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു. എപ്പോഴും നിങ്ങൾ ഇതൊക്കെ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിൻടാക്സ് കറക്റ്റായിട്ട് എഴുതുക. അതേപോലെ ജസ്റ്റ് ഒരു എക്സാമ്പിൾസ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ തിയററ്റിക്കലി വേർഡ്സിൽ എഴുതാനേക്കാളും കുറച്ച് കൂടുതൽ എന്താണ്, എക്സാമ്പിൾസും സിൻടാക്സും എഴുതുമ്പോൾ കുറച്ചും കൂടെ മാർക്ക് കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, ടൈപ്സ് ഓഫ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, ഏതൊക്കെയാണ് ഫോർ, വൈൽ, ഡു വൈൽ. അപ്പോൾ നമ്മൾ ഇനി പറയുന്നത് വെച്ചാൽ, ഈ ലൂപ്പ് തന്നെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എക്സിറ്റ് കൺട്രോൾ ലൂപ്പും എൻട്രി കൺട്രോൾ ലൂപ്പും.
അപ്പോൾ നമുക്ക് അതിൻ്റെ കമ്പാരിസൺസ് നോക്കാം. കാരണം എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, കമ്പാരിസൺ ബിറ്റ്വീൻ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ആൻഡ് എൻട്രി കൺട്രോൾ ലൂപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിക്കും ഈ ലൂപ്പ് ഇപ്പോൾ നമ്മൾ പഠിച്ച ഫോറും വൈലും ഡു ഒക്കെ ഏത് ടൈപ്പ് ലൂപ്പാണ്, എൻട്രി കൺട്രോൾഡ് ആണോ എക്സിറ്റ് കൺട്രോൾ എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കത് എന്താ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം എൻട്രി കൺട്രോൾ ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. അപ്പോൾ എൻട്രി കൺട്രോൾ ലൂപ്പിന്റെ പ്രത്യേകത എന്താ? ഫസ്റ്റ് വൺ എന്താ, ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റഡ് ഫസ്റ്റ്. എന്താ പറയുന്നത്, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതാണ് എന്ത്, എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയും. നമ്മൾ കൊടുത്ത കണ്ടീഷൻ ആദ്യം എന്ത് ചെയ്യും, ചെക്ക് ചെയ്യുന്നതാണ് എൻട്രി കൺട്രോൾ ലൂപ്പ്. ഫസ്റ്റ് നമ്മൾ അതാണ് ചെയ്യുന്നത് എൻട്രി കൺട്രോൾ ലൂപ്പിൽ. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, ബോഡി ഓഫ് ലൂപ്പ് ഈസ് നെവർ എക്സിക്യൂട്ടഡ് കണ്ടീഷൻ ഈസ് ഇനീഷ്യലി ഫോൾസ്. കാരണം ഇവിടെ എന്താ പറയുന്നത്, ആ ഒരു കണ്ടീഷൻ തെറ്റാണെങ്കിൽ ആ ഒരു ബോഡി എന്ത് ചെയ്യുന്നില്ല, എക്സിക്യൂഷൻ നടക്കില്ല ഫസ്റ്റ് തന്നെ. ഇപ്പം നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണല്ലോ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കണ്ടീഷൻ ഇനീഷ്യലി സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ അത് ഫോൾസ് ആണെങ്കിൽ ഒരിക്കലും അതെന്താകുന്നില്ല, എക്സിക്യൂഷൻ നടക്കില്ല എന്നാണ് എന്തിൽ പറയുന്നത്, എൻട്രി കൺട്രോൾ ലൂപ്പിൽ പറയുന്നത്. നെക്സ്റ്റ് വൈലും ഫോറും ആണ് എന്ത്, എൻട്രി കൺട്രോൾ ലൂപ്പിന് എക്സാമ്പിൾ. അപ്പോൾ മറന്നു പോയത് വൈൽ ലൂപ്പും ഫോർ ലൂപ്പാണ് എന്ത്, എൻട്രി കൺട്രോൾ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വൈലിലും ഫോറിലും എന്താ സംഭവിക്കുന്നത്, ഫസ്റ്റ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എക്സിക്യൂഷൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ മറന്നു പോയത് എൻട്രി കൺട്രോൾ ലൂപ്പിന് എക്സാമ്പിൾ ആണ് എന്ത്, വൈലും ഫോർ ലൂപ്പും. അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്, എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ്, ആദ്യം കണ്ടീഷൻ എന്താ എക്സ്പ്രഷൻ ഈ വാല്യൂ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യും, അതാണ് എൻട്രി കൺട്രോൾ ലൂപ്പ്. പിന്നെ അതേപോലെ തന്നെ ആ കണ്ടീഷൻ ഫസ്റ്റ് തന്നെ ഇനീഷ്യലി തന്നെ എന്താണ്, കണ്ടീഷൻ തെറ്റാണെങ്കിൽ അവിടെ വെച്ചിട്ട് എക്സിക്യൂഷൻ നടക്കില്ല. അതാണ് ഈ എൻട്രി കൺട്രോളിന്റെ പ്രത്യേകത. അപ്പോൾ എക്സിറ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താ, ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ടഡ് ഫസ്റ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബോഡി ഓഫ് ദ ലൂപ്പാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ആ ബോഡി ഓഫ് ദ ലൂപ്പ് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഫസ്റ്റ് ആ ഒരു എന്താണോ ആ കൊടുത്തത് ബോഡിയിൽ അത് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ദെൻ അതിനുശേഷം എന്താണ്, ബോഡി ഓഫ് ലൂപ്പ് ഈസ് എക്സിക്യൂട്ടഡ് അറ്റ്ലീസ്റ്റ് വൺസ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു ഡു വൈലാണ് അല്ലേ, ഡു വൈൽ എന്ത് പറഞ്ഞു, ഒറ്റ പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യാറുണ്ട്, ആ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. പക്ഷേ എൻട്രി കൺട്രോൾ ലൂപ്പിൽ ഒരിക്കലും എന്ത് സംഭവിക്കുന്നില്ല, ഇനീഷ്യലി, കാരണം ആ ഒരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോൾസ് ആണെങ്കിൽ ഒരിക്കലും എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്യില്ല. പക്ഷേ എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ആ ഒരു ബോഡി ഓഫ് ദി ലൂപ്പ് ഒറ്റ പ്രാവശ്യമെങ്കിലും എക്സിക്യൂഷൻ നടന്നിരിക്കും. അതാണ് എക്സിറ്റ് കൺട്രോളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് എന്ത്, ഡു വൈൽ. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, ഫോറും വൈലും എന്താണ്, എൻട്രി കൺട്രോൾ ലൂപ്പിന് എക്സാമ്പിളും, ഡു വൈൽ എന്ന് പറഞ്ഞ എന്തിന് എക്സാമ്പിൾ ആണ്, എക്സിറ്റ് കൺട്രോളിന് എക്സാമ്പിൾ ആണ്. പറഞ്ഞാൽ മനസ്സിലായോ, എക്സിറ്റ് കൺട്രോൾ ലൂപ്പിന് എക്സാമ്പിൾ ആണ്. അപ്പം എക്സിറ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ബോഡി ഓഫ് ദി ലൂപ്പാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. എൻട്രി കൺട്രോളിൽ എന്താണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, എക്സ്പ്രഷൻ കണ്ടീഷനാണ് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ വാല്യൂറ്റ് ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ബോഡി ഒറ്റ പ്രാവശ്യമെങ്കിലും എന്താണ് എക്സിക്യൂഷൻ നടക്കുന്നുണ്ട്. എൻട്രി കൺട്രോളിൽ ഒരിക്കലും എന്തെങ്കിലും സംഭവിക്കുന്നില്ല, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഒരിക്കലും സംഭവിക്കുന്നില്ല. ഇവിടെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല, കണ്ടീഷൻ പിന്നീടാണ് എന്ത് ചെക്ക് ചെയ്യുന്നത്, എക്സിറ്റ് കൺട്രോളിൽ ചെക്ക് ചെയ്യുന്നത്. എക്സിറ്റ് കൺട്രോളിന് എക്സാമ്പിൾ ആണ് എന്ത്, ഡു വൈല്. എൻട്രി കൺട്രോളിന് എക്സാമ്പിൾ ആണ് എന്ത്, ഫോറും വൈലും. ഓക്കെ ആണല്ലോ, മറന്നു പോവില്ലല്ലോ ഇനി ഒരിക്കലും.